ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജിമയും അതേപോലെ തന്നെ അജിത്തും കൂടി മീറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് അജിത്ത് ഒരു സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ ആ സമ്മാനം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ വിലയൊന്നും നോക്കാതെ സിംഗപ്പൂരിൽ നിന്ന് മേടിച്ചാണെന്നും പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തിന്നൊരു പ്രണയിനിക്ക് കൊടുക്കുന്നത് പോലെയാണ് അജിത്ത് ആ ഒരു സമ്മാനം മഞ്ജിമയ്ക്ക് കൊടുക്കുന്നത്. ഇതിലെന്താ അജിത്തെ, നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇതേ ചന്ദനത്തിൻ്റെ പെർഫ്യൂമാണെന്നും പറയുകയാണ്. ദേ ഈ പെർഫ്യൂമേ നിൻ്റെ ദേഹത്ത് അടിച്ചു കഴിഞ്ഞ് നല്ല ചന്ദനം മണക്കുന്ന പോലെ മണക്കും. ഓ, ഈ അജിത്തിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നതേ. ഏതായാലും ഇപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടിയല്ലോ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി തരാനായിട്ട്. അജിത്തെ, അജിത്തിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇനിയും കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ടോ? ഇനി എന്ത് കാര്യമാണ് മഞ്ജിമയ്ക്ക് ചോദിക്കാനുള്ളത്? അല്ല, അജിത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ആര് കാണാനായിട്ട്? ആരും കണ്ടില്ല. ആ സെക്യൂരിറ്റിക്കാരൻ പോലും അവിടെ ഉണ്ടായില്ല. പിന്നെ ഇങ്ങോട്ട് കയറി കയറുമ്പോൾ കോറിഡോറിൽ മൊത്തം ചെരുപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെയും ഞാൻ കണ്ടില്ല എന്ന് പറയാണ്. ഓ, അതേതായാലും നന്നായി മഞ്ജിമേ, ഇനി വെച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് റൂമിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഓ, ഈ അജിത്തിന് ഭയങ്കര ധൃതിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെ, എന്നെ വിശ്വസിക്കാൻ പറ്റൂല. ആരെങ്കിലും അതിനു മുമ്പ് പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ പെണ്ണുങ്ങളുടെ സ്വഭാവമോ ഞാൻ കട്ടിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, എന്നിട്ട് നീ അറിയാതെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞു കൂട്ടും. എന്താ ജിത്തെ, നിനക്കെന്തോ എക്സ്പീരിയൻസ് ഉള്ളതുപോലെയാണല്ലോ നീ പറഞ്ഞത്. അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ദേ ചന്തുവിൻ്റെ കഥ തന്നെ കേട്ടിട്ടില്ലേ? ചന്തുവിനെ ചതിച്ചതല്ലേ അതെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയാം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശരി ശരി, സിനിമകളിൽ തന്നെ ഉണ്ടല്ലോ ഓരോ കഥകളും, അതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാവുന്നല്ലേ ഉള്ളൂ, പെണ്ണുങ്ങളിലെ ഓരോ ഗുണങ്ങളും. ഓ, ഞാൻ ആ തരത്തിലുള്ള ഒരാളാണെന്ന് അജിത്തിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കേ മഞ്ജിമയെക്കുറിച്ച് എനിക്ക് യാതൊരു അങ്ങനെ ഒരു വഴിയില്ല. അഥവാ എൻ്റെ അച്ഛനും അമ്മയും വന്ന് അജിത്തിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ ധൈര്യത്തോടെ പറയും ഞാൻ വിളിച്ചിട്ടാണ് അജിത്ത് വന്നതെന്ന്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നും പറയും. അതിനെന്താ, എനിക്കതിനൊരു ധൈര്യക്കുറവുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അജിത്ത് ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ്, ഇവള് എന്നെ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇനി ഇങ്ങനെ ഒരു മനസ്സിലിപ്പോൾ ഇവളുടെ മനസ്സിലുണ്ടോ എന്ന് വരെ അജിത്ത് അങ്ങനെ ചിന്തിക്കാം. ശരി ശരി, ഇനി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അതെ, ഇവിടെ ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞ് കിടന്നുറങ്ങിക്കോളൂന്നേ, നമുക്ക് അകത്ത് പോയി നമ്മുടെ പരിപാടികൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് ചെന്ന് ആ സ്പ്രേ എടുത്ത് നമ്മുടെ മഞ്ജിമയുടെ ദേഹത്ത് അടിച്ചു കൊടുക്കുകയാണ് അജിത്ത്. അപ്പോൾ എങ്ങനെയുണ്ട് മണമെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പാടാത്തൊരു സന്തോഷം തന്നെയാണ്, നല്ല അടിപൊളി മണം എന്നൊക്കെ പറയുകയാണ്. അതെ, മഞ്ജിമയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം മേടിച്ചുകൊണ്ട് വന്നതല്ലേ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അതെ അജിത്തിന് എപ്പോഴും ധൃതിയാണ് കേട്ടോ. ഞാൻ അജിത്തിനോട് വിളിച്ചു വരുത്തിയത് കുറേ നേരം സംസാരിക്കുക, സന്തോഷങ്ങളെല്ലാം പങ്കുവയ്ക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അജിത്തിനെ വിളിച്ചു വരുത്തിയത്. അതിനൊന്നും സമയമില്ല മഞ്ജിമ, അതിനു മുമ്പ് തന്നെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ പണി പാളൂലേ? ഇല്ലെന്നേ, അക്കൗണ്ട് ഫ്രീസായിരിക്കല്ലേ, അതുകൊണ്ട് പെട്ടെന്നൊന്നും അച്ഛനും അമ്മയും വരില്ല. അതെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ അജിത്തിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അജിത്തെ, എനിക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇനി എന്താ സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വേറൊന്നുമല്ല, ഇതിനു മുമ്പ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അജിത്തിന് എന്ന് ചോദിച്ചപ്പോഴേക്കും അജിത്തോട് ദൈവത്താണ് നേര്, ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല, ഇത് ആദ്യത്തെ അനുഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമയുടെ കയ്യിൽ വാക്ക് കൊടുക്കുകയാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, നീയല്ലേ കല്യാണം കഴിച്ചത്, നിനക്കല്ലേ അനുഭവങ്ങളുള്ളത്, എനിക്കൊരു അനുഭവം ഇല്ല എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ ഒരു പ്രണയരംഗം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആകാശാണെങ്കിൽ വണ്ടി വന്ന് അങ്ങനെ ഇറങ്ങിയിരിക്കുക. വണ്ടി വന്നിങ്ങനെ ഇറങ്ങി രണ്ടും കൽപ്പിച്ചാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലേണ്ട താമസം മാത്രമേ ഉള്ളൂ, ഇവിടെ എങ്ങും ആരും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ മഞ്ജിമ അവിടെ വീട്ടിലുണ്ടാകോ? ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അവളെ മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഏത് കാര്യത്തിനും കൂടി നിൽക്കും. അങ്ങനത്തെ അവളാണ് അവൾ. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ കൂടുതൽ പേടിക്കാനില്ല. പക്ഷേ എന്നാലും പൈസ കാര്യത്തിൽ വെച്ച് നന്നായി അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് എല്ലാം മുഖം മൂടിയും വെച്ച് മാസ്കും വെച്ച് ഒക്കെ അവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഫ്ലാറ്റ് ലക്ഷ്യമാക്കി തന്നെ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം തന്നെ എല്ലാ കാര്യപരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ് അജിത്തിൻ്റെയും അതേപോലെ തന്നെ മഞ്ജിമയുടെയും.
അപ്പോൾ അജിത്ത് അവിടെ നിന്ന് എണീക്കണം, മഞ്ജിമ എണീക്കണം. അപ്പം മഞ്ജിമയാണെങ്കിൽ ചാടി എണീറ്റ് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട്, അയ്യോ എന്ത് പറ്റി മഞ്ജിമേ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതല്ല കുഞ്ഞു വല്ലതും കരഞ്ഞായിരുന്നോ? അയ്യോ കുഞ്ഞൊന്നും കരഞ്ഞില്ല, കുഞ്ഞ് നല്ല ഉറക്കമല്ലേ, കുഞ്ഞ് കരഞ്ഞെങ്കിൽ ശബ്ദം കേൾക്കൂലേ, കുഞ്ഞൊന്നും കരഞ്ഞിട്ടില്ല. എന്നാലും ഒരു സമാധാനമില്ല, ഞാനൊന്ന് പോയി കുഞ്ഞിനെ നോക്കട്ടെ. വേണ്ട മഞ്ജിമേ, കുഞ്ഞിനെ ഒന്നും നോക്കണ്ടെന്നേ, കുഞ്ഞവിടെ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. ഇല്ല എനിക്ക് പേടിയാ, കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ പോയത്, എനിക്ക് പേടിയായെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ പുറത്തേക്ക് ഇറങ്ങി ഓടി ചെന്നിട്ട് ആ റൂമിലേക്ക് ചെന്ന് കുഞ്ഞിനെ നോക്കുക. അപ്പോൾ കുഞ്ഞാണെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. കുഞ്ഞ് നന്നായിട്ട് ശ്വാസമൊക്കെ വിടുന്നുണ്ട്, കുഞ്ഞ് നല്ല സുഖമായിട്ട് ഉറങ്ങുക. അത് കണ്ടപ്പോഴേക്കും മഞ്ജിമയ്ക്ക് ആശ്വാസം തോന്നിയാണ്. അപ്പം അജിത്ത് പറയണ കണ്ടോ, കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്, ഇതിനാണോ നീ ഇങ്ങനെ പേടിച്ചത് മഞ്ജിമേ? ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണെന്ന്. ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. വേണ്ട അജിത്തെ വീട്ടിലേക്ക് പൊയ്ക്കോ, ഇപ്പം തന്നെ കുറേ സമയമായി, ഇനി എപ്പോഴാണ് അവർ വരുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് അജിത്ത് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അജിത്ത് പോകാനായിട്ട് തയ്യാറായില്ല. ഞാൻ പോകുകയൊന്നുമില്ല, ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഏതായാലും നിൻ്റെ അമ്മയൊന്നും ഇപ്പോൾ വരാൻ പോകുന്നില്ല, അക്കൗണ്ട് ഫ്രീസായി എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കാനായിട്ട് കുറേ സമയങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ സംസാരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി വീണ്ടും റൂമിലേക്ക് പോയി ഇങ്ങനെ കിന്നരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ആകാശ് ആ ഫ്ലാറ്റിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. ഇവിടെ എങ്ങും ആരും ഇല്ലെന്ന് തോന്നുന്നത്. ഏതായാലും മഞ്ജിമയൊന്ന് ഫോൺ വിളിച്ച് നോക്കാം. അല്ല ഇവിടെ അമ്മയുണ്ടെങ്കിൽ അറിയാലോ. അങ്ങനെ മഞ്ജിമയൊന്ന് ഫോൺ വിളിക്കുക. പക്ഷേ മഞ്ജിമ കോൾ എടുക്കുന്നില്ല. ഇവിടെന്ത് പറ്റി, ഇവളെന്താ കോൾ എടുക്കാത്തത്? ഇനി അറിയാത്ത നമ്പറിൽ നിന്ന് വിളിച്ചിട്ടാണോ ഇവള് കോൾ എടുക്കാത്തത്? ഏതായാലും അകത്തേക്ക് കയറാം. ഇനിയിപ്പോൾ വന്ന സ്ഥിതിക്ക് ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല എന്ന് പറയാം. അങ്ങനെ ഈ ആകാശാണെങ്കിൽ ഡോറ് തുറന്ന് കയറുമ്പോഴേ ഡോറെന്താ ചാരി വെച്ചിട്ടുള്ളോ, പെട്ടെന്ന് തുറന്നു വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആകാശ് അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ഡോറ് അടക്കാനായിട്ട് മറന്നു പോവുകയാണ്. തിരിച്ചു വന്നിട്ട് ആകാശം ഒറ്റ പെട്ടെന്ന് പടക്കെന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുക. ഇത് കേട്ട മഞ്ജിമ പേടിച്ചു. അയ്യോ അജിത്തേ, അമ്മ വന്നെന്ന് തോന്നുന്നു അജിത്തേ, എനിക്കാകെ അജിത്ത് ഒരു കാര്യം ചെയ്യ് അജിത്തേ, എവിടെയെങ്കിലും പോയി ഒളിക്കുക, എന്നാലേ ശരിയാവുള്ളൂ. ഇപ്പം ഞാൻ ഒളിച്ചിട്ട് എന്താ കാര്യം? ഏതായാലും നീ അമ്മയാണോ എന്ന് നോക്ക്. അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഡ്രസ്സ് മാറാൻ കയറാൻ നേരത്തെ ഞാനിവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോളാം, എന്നാലേ ശരിയാവുള്ളൂ. ദൈവം ഞാനാണെങ്കിൽ മെയിൻ ഡോറ് അടയ്ക്കാനും മറന്നുപോയത് ആകെ പ്രശ്നമാണല്ലോ. അങ്ങനെ മഞ്ജിമയാണെങ്കിൽ ആ കതക് തുറന്നിട്ട് പതിയൊന്ന് ഒളിഞ്ഞു നോക്കുക. അപ്പോൾ ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഏതോ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ വെട്ടനെ നിൽക്കുന്നതാണ് നമ്മുടെ മഞ്ജിമ കാണുന്നത്. ഇത് കണ്ട മഞ്ജിമ പേടിച്ചു പോവുക. അപ്പോഴേക്കും ആകാശിൻ്റെ മുഖം മൂടി അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോഴാണ് മഞ്ജിമ കാണുന്നത് അത് ആകാശാണെന്ന്. ആകാശിനെ കണ്ട മഞ്ജിമയാണെങ്കിൽ വിറച്ചൊരവസ്ഥയിലായി പോകുക. അപ്പം മഞ്ജിമ ഓടി ചെന്നിട്ട് അയ്യോ ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ഇവിടെ ഒരു നിമിഷം പോലെ നിന്ന് പോകരുത്, എവിടെയെങ്കിലും പോയി വിളിച്ചോ, അല്ലെങ്കിൽ ശരിയാവില്ല. അമ്മയൊന്നും അല്ല വന്നിരിക്കുന്നത്, അത് വേറൊരാളാണ് വന്നിരിക്കുന്നത്. അയാളെ ഭയങ്കര അപകടകാരിയാ. അജിത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമോ, പെട്ടെന്ന് എങ്ങനെയും പോകാൻ നോക്കി. ഞാൻ പോകാൻ ഈ സമയത്തോ പോയാലൊന്നും ശരിയാവില്ല, ഞാനിവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുക, അതായിരിക്കും ശരി. എങ്കിലേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 2 പേർക്ക് ഈ കട്ടിനടിലേക്ക് ഒളിച്ച് 2 പേർക്കും അതേന്നേ 2 പേർക്ക് ഈ കട്ടിനടിലേക്ക് ഒളിച്ച് നിൽക്കാം, വാ മഞ്ജിമേ കയറ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ആ കട്ടിനടിലേക്ക് ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആകാശ് വീണ്ടും മുഖം മൂടി വെച്ച് പതിയെ ആ റൂം ലക്ഷ്യമാക്കി വരികയാണ്. ആ റൂമിൽ തന്നെയായിരുന്നു കുഞ്ഞ് കിടന്നിരുന്ന് വെച്ചത്. അങ്ങനെ കഥക് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ ഇവിടെ ഇല്ല. നല്ല തക്ക സമയം കുഞ്ഞിനെ ഉറക്കി കെടുത്തിയിട്ട് മഞ്ജിമ സ്ഥലം വിട്ടു. ഇത് തന്നെ പറ്റിയ തക്കം. അങ്ങനെ ആകാശ് പതിയെ വരികയാണെങ്കിൽ ഇവരാണെങ്കിൽ ശ്വാസം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആകാശം എങ്ങാനും കണ്ടുപോയി കഴിഞ്ഞാൽ പണി പാളോ എന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ കുഞ്ഞിനെ ലക്ഷ്യമാക്കി തന്നെ വന്ന് കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അയ്യടാ എന്ത് നല്ല ഉറക്കമാണ്, പക്ഷേ കുഞ്ഞെ നിൻ്റെ അവസാനത്തെ ഉറക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ കയ്യിലിരുന്ന് വെച്ചാൽ ആ ഒരു വിഷക്കുപ്പി, ആ കുപ്പിയിൽ ആ സ്പ്രേ എടുത്തിട്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ ഇയാൾ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയോ അടിക്കുവാണല്ലോ. മഞ്ജിമയാണെങ്കിൽ ആ കട്ടിനടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അജിത്താണെങ്കിൽ വിടുന്നില്ല. മഞ്ജിമ നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ഇപ്പം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാകും, നീ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട, അവിടെ തന്നെ കിടക്കങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമയോട് പിടിച്ച് കിടത്തുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ആകാശമാണെങ്കിൽ സ്പ്രേ ബോട്ടിലും ബാഗിനകത്തോട്ട് വെച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും തലയും കുറിച്ച് നിൽക്കുക. പുറത്തേക്ക് ഇറങ്ങി ആകാശം നേരെ ചെന്നത് ആദിയുടെ റൂമിലേക്കാണ്. ആദിയുടെ റൂമിൽ ചെന്ന് അലമാരി തുറന്നിട്ട് അതിൽ തുണി എടുക്കുകയാണ്. തുണി എടുത്തിട്ട്
ഈ സ്പ്രേ ബോട്ടിൽ ആ തുണി വെച്ച് പൊതിഞ്ഞിട്ട് ആദിയുടെ കട്ടിലിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് എടുക്കുകയാണ്. ആദി, നിനക്കുള്ള പണി ദേ ഞാൻ കട്ടിലിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. നീ എന്താ വിചാരിച്ചത് ഈ ആകാശങ്ങളെക്കുറിച്ച്? ആകാശങ്ങൾ വെറും മണ്ടനാണെന്നോ? എടാ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാടാ നിന്റെ ഡാഡിയുടെ അടുത്തേക്ക് ഞാൻ നിന്നെ വിട്ടത്. ഇനി നീ ടൂറിന് പോകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനിട്ടൊരു പണി കൊടുത്തിട്ടാണ് നീ പോയെന്ന് ആൾക്കാരൊക്കെ വിശ്വസിച്ചോളും. അതിനു വേണ്ടിയാണ് ഈ തെളിവ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. എന്താണ് അതിന് പറയുന്ന പേര്? സിബ്ലിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ് ആ വലിയൊരു ക്രൂരത ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം തന്നെ കട്ടിൻ്റെ ഇടയിൽ മഞ്ജിമയും അച്ഛൻ നിൽക്കണല്ലോ. അപ്പം മഞ്ജിമയെ വിളിക്കണം. മഞ്ജിമ എണീക്കും, മഞ്ജിമേ അയാൾ പോയെന്നാ തോന്നുന്നത്, വാ ഇറങ്ങ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അജിത്ത് നോക്കുമ്പോൾ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. കണ്ട കുഞ്ഞിനെ അയാൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല, പക്ഷേ കുഞ്ഞിനെ ലക്ഷ്യമാക്കിയാണല്ലോ അയാൾ വന്നത്. അയ്യോ മഞ്ജിമേ, എന്തൊക്കെയൊരു മണം മണക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരിയാണല്ലോ, എനിക്കും മണം വരുന്നുണ്ടല്ലോ. അപ്പോൾ അജിത്തിനൊരു സംശയം, നീ കുഞ്ഞിനൊന്ന് നോക്കിയേ, കുഞ്ഞ് ഉറക്കത്തിലാണ് അജിത്തേ, കുഞ്ഞിനൊന്നുമില്ല. അല്ല നീ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നങ്ങോട്ട് നോക്ക്, ശ്വാസം വല്ലതും ഉണ്ടോ നോക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മഞ്ജിമ കുഞ്ഞിൻ്റെ മൂക്കിൽ ശ്വാസം ഉണ്ടോയെന്ന് നോക്കുക. ഇത് കണ്ട മഞ്ജിമ പേടിച്ചു പോയി. അയ്യോ അജിത്തേ, കുഞ്ഞിന് ശ്വാസമില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അജിത്തും പറയുകയാണ്, അതെ കുഞ്ഞിനെ ലക്ഷ്യമാക്കി തന്നെയാണ് അയാൾ വന്നത്, കുഞ്ഞു മരിച്ചെന്നാണ് തോന്നുന്നത്. ഇത് കേട്ട മഞ്ജിമ കിടന്ന് പൊട്ടിക്കരയാണ്. ദൈവമേ, കുഞ്ഞിനെ എന്തൊക്കെയോ സംഭവിച്ചു, ദൈവമേ ഇനി അവർ വരുമ്പോൾ എന്തായിരിക്കും, എനിക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ, ഞാനേ ഇപ്പം തന്നെ പോകണം. അയ്യോ അജിത്തെ, എന്നെ തനിച്ചാക്കിയിട്ട് നീ പോവാണ്, നീ പോകരുത് അജിത്തെ. എന്നിട്ട് ഞാനും കൂടി കുരുങ്ങാനാണോ? ഞാൻ കുരുങ്ങിയൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം, എനിക്ക് പോയേ മതിയാവുള്ളൂ, ഞാനിവിടെ നിൽക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറയാം. അയ്യോ അജിത്തെ, ദയവ് ചെയ്ത് എന്നെ വിട്ട് പോകരുത് അജിത്തെ, നിൽക്ക്, പോടി ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമയെ തള്ളിയിട്ടിട്ട് അജിത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോഴേക്കും മഞ്ജിമ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായി പോകണം. കാരണം കുഞ്ഞു മരിച്ചു എന്ന് നമ്മുടെ മഞ്ജിമയ്ക്കും മനസ്സിലായി. അവൻ വന്നത്, ഈ ആകാശ് വന്നത് കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തന്നെയാണെന്ന് ഇപ്പോഴാണ് മഞ്ജിമ തിരിച്ചറിയും. ദൈവമേ, ഞാൻ അവനെ വിളിച്ചു വരുത്തിയപ്പോൾ ഇങ്ങനൊരു ദുരന്തമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ കിടന്ന് പൊട്ടിക്കരയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.